കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം നഗരത്തിലെ വട്ടിയൂർക്കാവ്, പഴയ തിരുവനന്തപുരം നോർത്ത്. ആ മണ്ഡലം ഇപ്പോൾ വി.കെ. പ്രശാന്ത് എന്ന് പറയുന്ന CPM-ന്റെ MLA ആണ് ഉള്ളത്. മുൻ മേയറായിരുന്നു. വലിയ തോതിൽ ജനസ്വാധീനമുള്ള ആളാണ്. മേയർ ബ്രോ എന്ന് പറയുന്ന പ്രശാന്ത് ബ്രോ ഒക്കെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നല്ല ജനപിന്തുണയുണ്ട്. ഒരുവിധം ആളുകളുടെ ഇടയിൽ നല്ല സ്വാധീനമൊക്കെ ഉള്ള ഒരു MLA ആണ്. നല്ല റേറ്റിംഗ് ഉള്ള ആളാണ്. അവിടേക്ക് BJP കണ്ണുവച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. എന്താ കാര്യം? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മേൽക്കൈ കിട്ടിയ ഒരു മണ്ഡലമാണത്. അവിടെ LDF 3-ാം സ്ഥാനത്തായിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ UDF 2-ാം സ്ഥാനത്ത് വന്നു. അവിടെ ഇത്തവണ മത്സരം കൊഴുപ്പിക്കുന്നത് BJP സ്ഥാനാർത്ഥിയായി R. ശ്രീലേഖ, മേയർ സ്ഥാനം നഷ്ടപ്പെട്ട് ബഹളമുണ്ടാക്കിയ R. ശ്രീലേഖ ഒരു സ്ഥാനാർത്ഥിയാവുന്നു. BJP ഒരിക്കലും ജയിക്കരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി ഇടപെടൽ നടത്തി കോൺഗ്രസിന്റെ ടാലി ഇരട്ടിയാക്കിയ, 8-ൽ നിന്ന് ഏതാണ്ട് 20-ആയി, മുമ്പ് 8 അത് 20-ആക്കിയ K. മുരളീധരൻ എന്ന ജയൻ കില്ലർ അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയാവും. 3 പേരും എല്ലാ അർത്ഥത്തിലും സ്റ്റാറാണ്. സ്റ്റാർ വാർസ് എന്ന് നമുക്ക് വേണ്ടി പറയാവുന്ന ഒരു സ്റ്റാർ വാർ നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. പ്രശാന്ത് ബ്രോയുടെ ജനപ്രീതിയും K. മുരളീധരന്റെ ഗ്ലാമറും അതുപോലെയുള്ള സംഘടനാ രീതിയും, അദ്ദേഹമാണ് അവിടെ പോയി പാർട്ടി ഇപ്പോൾ ഒരു പരിധി വരെ ഉണ്ടാക്കിയത്. R. ശ്രീലേഖയ്ക്ക്, ശ്രീലേഖ IPS എന്നത് മാത്രമല്ല BJP എന്ന് പറയുന്ന ശക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുമുണ്ട്. അപ്പൊ 3 പേരും 3-ൽ ആര് വേണമെങ്കിൽ ജയിക്കാവുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒറ്റ നോട്ടത്തിൽ അവിടെ LDF-ന് ചെറിയൊരു മേൽക്കൈയുണ്ട്. കാരണം പ്രശാന്ത് അവിടെ ഉണ്ട് എന്നത് തന്നെയാണ്. എന്നാൽ മുരളീധരൻ ഒരു ഏതർത്ഥത്തിലും എവിടെയും പോയി തൻ്റെ സ്വാധീനം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ്. മുമ്പ് നമുക്കറിയാം, വടകരയിൽ മറ്റ് സ്ഥാനാർത്ഥി ഇല്ലാത്തപ്പോൾ വടകരയിൽ അദ്ദേഹം പോയി നിന്ന് വടകര പിടിക്കാൻ വേണ്ടി മുരളീധരൻ ഉപയോഗിച്ച ലോക്സഭാ മണ്ഡലം പിടിച്ച ഒരു ഘട്ടം നമുക്കറിയാം. അതുപോലെ ശ്രീലേഖ. പക്ഷെ ശ്രീലേഖ BJP-യുടെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ കണക്കാക്കുന്നത് ശ്രീലേഖയ്ക്ക് അവിടെ ചാൻസ് വളരെ കുറവാണ് എന്ന് തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, BJP-ക്ക് അകത്തുള്ള പടല പിണക്കങ്ങൾ തന്നെയാണ്. ശ്രീലേഖ പലപ്പോഴും ഉടക്കി നിന്നിട്ടുള്ള ഒരാളാണ്. ശ്രീലേഖ താൻ മേയറാവും എന്ന് കരുതി VV രാജേഷിനെ മേയറാക്കി. അതിലുള്ള അസ്വസ്ഥത അവർ തുറന്നു തന്നെ പ്രകടിപ്പിച്ചു. തിരുവനന്തപുരത്തെ BJP കൗൺസിലർമാരെ, മേയറെ അടക്കം മോദി കാണാൻ വിളിച്ചപ്പോൾ, പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പോകാതിരുന്ന ആളാണ് ശ്രീലേഖ. അവരൊരു പിണക്കം പോലെ കാണിച്ചു. പലവട്ടം അവർ മാറി നിന്നു. ആ ഘട്ടത്തിൽ ശ്രീലേഖ BJP അണികൾക്ക് പോലും എത്രത്തോളം സ്വീകാര്യമാവും എന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. BJP ആഞ്ഞു പിടിച്ച് ശ്രമിച്ചാൽ പോലും ശ്രീലേഖയ്ക്ക് BJP-ക്ക് അപ്പുറത്തുള്ള ഒരു വോട്ട് കിട്ടാനും സാധ്യത കുറവാണ്. കാരണം പ്രധാനമായും അവർക്ക് അതിനുള്ള ഒരു ഗ്ലാമർ ഇല്ല. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ ജയിച്ചു, ഒരു നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ മത്സരം V.K. പ്രശാന്തും K. മുരളീധരനും തമ്മിലായിരിക്കും പ്രധാന മത്സരം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിൽ ആർക്ക് കിട്ടുമെന്നത് ഒരുപക്ഷെ സംസ്ഥാനത്ത് ആകെ ഒരു ഇടതുവിരുദ്ധ തരംഗമുണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജിൽ മുരളീധരന് ജയിക്കാം. അതിനെ മറികടക്കാൻ V.K. പ്രശാന്തിന് തന്റെ വ്യക്തിപ്രഭാവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാം. ഈ 2 പേരിൽ ഒരാൾ ജയിക്കാനാണ് അവിടെ സാധ്യത. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലെ എങ്കിലും BJP-യുടെ മോഹം പൊലിയാനാണ് സാധ്യത. അത് LDF UDF മത്സരമായി വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും മറ്റൊരു തരത്തിൽ BJP 3-ാം സ്ഥാനത്തേക്ക് എത്താനും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.